രണ്ട് കയ്യിൽ ചോറും ഒരു ചെമ്പ് ഉപദേശവും കേട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെറാൻ വരുന്നു. അവൻ്റെ കട്ട ചളിയും കേട്ടൊന്ന് നേരെ ചെന്ന് 50ാമത് സ്കൂൾ കലോത്സവ വേദിയായ സെൻറ് ജോസഫ്സിലേക്കാണ്. ഓർക്കുട്ടൊക്കെ പതുക്കെ സൈഡാക്കി എല്ലാവരും ഫേസ്ബുക്കിലേക്ക് മാറുന്ന സമയമാണ്. സ്റ്റേജിൽ പരിപാടി കഴിഞ്ഞ് നീങ്ങുന്നുണ്ടെങ്കിലും പുറത്തെ പരിപാടികളായ വായനോട്ടം, അപ്പീല്, അലമ്പാക്കല്, സംഭവാക്കല് മുതലായവ അതിശക്തമായി മുന്നേറുന്നുണ്ട്. എന്തായാലും വന്നതല്ലേ, ഒന്ന് സ്റ്റേജിലേക്ക് വെറുതെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാ എൻ്റെ മോനെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അന്ന് ആദ്യമായിട്ടാണ് ഒരു പെർഫോമൻസ് കംപ്ലീറ്റായി ഞാൻ കാണുന്നു. പിന്നെ അങ്ങോട്ടാ പെർഫോമോട് വാക്കില്ല എൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ്. കൂൾ സീനിൽ നൈസായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അത് ഹെവി ആയിട്ട് അങ്ങോട്ട് പാളി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാറായി. അങ്ങനെ വലിയങ്ങാടിൽ ആട് കുടുങ്ങിയ പോലെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് TV-യിൽ നമ്മളെ ലാലേട്ടൻ്റെ ആ ഡയലോഗ് കേട്ടത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഒരു പെണ്ണിനെ വീഴ്ത്താനുള്ളതൊക്കെ അത്യാവശ്യത്തിനുള്ള ഗ്ലാമറൊക്കെ ഉണ്ട്. ഇതെന്ത് ഇന്നും ദോശ. ഈ കൺട്രി മല്ലു ഭക്ഷണ സ്റ്റൈലൊക്കെ മാറ്റേണ്ട സമയമായി. ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കണ്ട് പഠിക്കണം. എന്താ അവരുടെ ആരോഗ്യം. ഭാഗ്യം ഒരൊറ്റ ചിക്സിൻ്റെ മിസ് കോൾ പോലും ഇല്ല. നൈസ് ആൻറ്റി. ക്യാഷ് ഉണ്ടാവോ എന്തോ. 1 2 ഇന്നത്തേക്കിത് മതി, ഒപ്പിക്കാം. അച്ഛൻ പെട്ടാലും ഞാൻ സേഫാ. ഷൂ മാറ്റാൻ ടൈമായി. ഒരു ഹൈ ഹീൽസ് ഇറക്കണം. പ്രണയത്തിന് ഹൈറ്റ് ഒരു പ്രധാന ഘടകമാണ്. എനിക്കെന്തായാലും ഐശ്വര്യനേക്കാളും ഹൈറ്റുണ്ട്. ഐശ്വര്യനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇന്ന് കോളേജിൽ പോകുമ്പോൾ എന്തായാലും അവളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെ പോകണം. മിക്കവാറും ഞാൻ അവളുടെ അച്ഛനെ നിന്ന് വാങ്ങിക്കും. വാങ്ങൂ? മൂപ്പര് പാവ. കൂടി വന്നാൽ ചിലപ്പോൾ പോലീസിൽ ഏൽപ്പിക്കും. ഇതൊക്കെ എന്ത്, ഞമ്മളിതെത്ര കണ്ടതാ. പണ്ടാരം എടങ്ങേറായല്ലോ. പണി കിട്ടാൻ കണ്ട നേരം. ഹലോ ഷെറാനെ, നീ എവിടെത്തി? കോളേജിലെത്തി? എന്താടാ? ഒന്നുമില്ല, ഞാൻ വിളിക്കാം. ഓക്കെടാ. അല്ല, എന്താ അന്ന് കോളേജിലൊന്നും പോണില്ലേ? അല്ല, വണ്ടീൻ്റെ ടയറ് പഞ്ചറായി. ഫ്രണ്ട്സാണെ കോളേജിലെത്തി. അത് പ്രശ്നമാക്കണ്ട, നിന്നെ ബസ് സ്റ്റോപ്പിൽ ഞാൻ വിട്ടുതരാം. അച്ഛ ബസ്സിൽ കയറാൻ ക്ഷീണം വരില്ല, ഒന്ന് കോളേജിലാക്കി തരും. ആ, അത് വേണോ? ഒന്നാക്കി താച്ച പ്ലീസ്. ആ, നോക്കാം. ഹൗ പതുക്കാ മോന, ഓവർ ഷോ ഒന്നും വേണ്ട. ഓടേക്ക
മോനെ പതുക്കപ്പെടാ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഒന്നീ ഞാൻ നാറും. എന്താണ്ടാ? വിഷാൻ വിളിച്ചെന്നടാ, അവൻ പാലിന്ന് ട്രെയിനിൽ വന്നോണ്ടിരിക്കുക. അതിനിപ്പോ ഞാൻ എന്താക്കണോ? ഐശ്വര്യ ട്രയില്. എടാ ഐശ്വര്യോ? ഹലോ 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 ഹലോ. ബോസേ ജോല ഇറക്കല്ല ബോസേ. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. കറക്റ്റ് 5 മണിക്ക് അവള് സ്റ്റേഷനിലെത്തും. വേണമെങ്കിൽ പോയി കാണടാ. എടാ സത്യാണല്ലോ. ആ എന്നാ അതാ ഞാൻ പറ്റി. എൻ കനവിലായി നീ വരൂ എൻ പ്രിയ സഖി, ഞാൻ പാടുമീ പാട്ടിൻ നീണം നൽകു നീ. എൻ കനവിലായി നീ വരൂ എൻ പ്രിയ സഖി, ഞാൻ പാടുമീ പാട്ടിൻ നീണം നൽകു നീ. ഞാൻ എന്നെ തേടും നേരം കാറ്റേതോരാകും മൂടി കിന്നാരം ചൊല്ലി മെല്ലെ നീ എൻ ചാരേ. ഞാൻ എന്നെ തേടും നേരം കാറ്റേതോരാകും മൂടി കിന്നാരം ചൊല്ലി മെല്ലെ നീ എൻ ചാരേ. കനവിലായി നീ വരൂ എൻ പ്രിയ സഖി, ഞാൻ പാടുമീ പാട്ടി. അച്ഛാ അച്ഛപ്പം കൂടി പോണ്ടോ? എന്തേ? അല്ല ആ വണ്ടി ഒന്ന് വേണമായിരുന്നു. വണ്ടിയോ? അപ്പോ എന്റെ വണ്ടി ഇല്ലേ ഇവിടെ? അല്ല അച്ഛ പഞ്ചർ അടച്ചില്ല. അപ്പൊ ഇത്രയും ദിവസമായിട്ട് നീ നിന്റെ വണ്ടിന്റെ പഞ്ചർ അടച്ചിട്ടില്ലേ? പഞ്ചറൊക്കെ ഞാൻ അടിച്ചോളാം അച്ഛാ. എനിക്ക് അത്യാവശ്യമായിട്ട് ടൗണിൽ പോകണം. പ്ലീസ് പ്ലീസ് അച്ഛാ, എങ്ങനെയെങ്കിലും നാളെ തന്നെ വണ്ടി നന്നാക്കിയോളാം. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ടൗണിലെത്തണം. ഒന്ന് വണ്ടി വരച്ചാ. ആ വണ്ടി ഞാൻ തരാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ. നാളെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നീ നിന്റെ വണ്ടീന്റെ പഞ്ചർ അടച്ചിവിടെ കൊണ്ടുവച്ചോളണം. അച്ഛാ ചെയ്തോളാം. താക്കോല് താ. ജഗമൊക്കെയായിട്ടൊന്നും പോണ്ട, വളരെ ശ്രദ്ധിച്ചു പോയാ മതി. എടാ ഐശ്വര്യന്റെ വിചാരം ഞാൻ ഫ്ലാറ്റാണെന്നാ. എടാ 3 കൊല്ലം അവളെ നോക്കാൻ തുടങ്ങിയിട്ട്. അവളെത്ര എവിടെ ചെയ്താലും എനിക്കതിന് പറ്റൂല. എന്നാ പോവല്ലേ? ഹലോ ഹലോ എവിടെ എത്തിയടാ? എത്ര നേരമായി ഞാൻ ഇവിടെ പോസ്റ്റ്. ഇവിടെ ആകെ സീൻ. അവിടെ ആരും വണ്ടിയിൽ പെട്രോൾ ഒന്നുമില്ല. എടാ ഞാനിപ്പോ എന്താടാ ചെയ്യാ? എടാ അത് സാരില്ല, ഞാൻ അടിച്ചോളാം. എൻ്റെ ക്യാഷ് ഉണ്ട്, ഞാൻ അടിച്ചോളാം പെട്രോള്. ഉള്ള പൈസ കൂടെ കട്ടിട്ടാ ചെക്കന്മാരിലാണ് ബീവറേജിലോട്ട് പോയത്. നീ എന്തോ ഈ പറയുന്നത്? എന്താ നീ മനസ്സിലാക്കാത്തെ? സ്റ്റമ്പായല്ലോ. സീനില്ല സീനില്ല, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. പിന്നെ ഞാൻ എത്തണ്ട് പൊട്ടിക്കരുത്. ഓക്കെ. ഹോ എന്തൊരു ചൂടാച്ചാ. ഹോ ഈ ചൂടത്ത് എങ്ങനെ അച്ഛൻ ഫാനൊന്നും ഇടാണ്ടിരിക്കുന്നേ? ഓ എന്തൊരു സ്നേഹം. ഇതെന്തിനു വേണ്ടിയാണെന്ന് കൂടി പറഞ്ഞാ കൊള്ളാമായിരുന്നു. അച്ഛാ വണ്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. സോറി, വണ്ടിക്ക് വേണ്ടിയാണെങ്കിൽ ചോദിക്കണ്ട, ഞാൻ തരില്ല. അതല്ല അച്ഛാ, ഫ്രണ്ട്സ് വണ്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ ഒന്നും പറയണ്ട. അന്ന് വണ്ടി വിട്ട് തന്നപ്പോൾ തന്നെ ഞാൻ കണ്ടീഷൻ വെച്ചിരുന്നു, ഓർമ്മയുണ്ടോ എനിക്ക്? അതൊക്കെ ശരി തന്നെ അച്ഛാ. ഈ ഒരൊറ്റ തവണത്തേക്ക് പ്ലീസ്. ഇല്ല, അതിനു വേണ്ടി ഈ ശ്രമിക്കണ്ട. ഒരു സാധാ വണ്ടി വാങ്ങാൻ പറഞ്ഞപ്പോൾ ശൈലം വണ്ടി നോക്കി വാങ്ങിയതല്ലേ? പോട്ടെ, അതിന് ടയർ ഒന്ന് പഞ്ചർ അടയ്ക്കാൻ പോലും എനിക്ക് കഴിഞ്ഞോ? അച്ഛാ ചെയ്യാ.
ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര ദിവസമായി? ഓ സെന്റ് അടിക്കല്ല അച്ഛാ, ഇതൊക്കെ എല്ലാ അച്ഛന്മാർ ചെയ്യുന്ന മക്കൾക്ക് വണ്ടി കൊടുക്കാനുള്ള വലിയ സംഭവം ഒന്നല്ല. അച്ഛാ നിങ്ങളോട് ഞാൻ ചോദിക്കണേ, വണ്ടി തരാൻ പറ്റുമോ? ഞാൻ ഒരു തവണ അതിന്റെ മറുപടി പറഞ്ഞതാ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഹലോ, നീ എവിടെ എത്തി? എടാ ഞാനില്ലടാ, നിങ്ങൾ ഉഷാറാക്കി. എടാ നീ എവിടെ പോയി കിടക്കണ? നിന്നെ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ സാധനമൊക്കെ പൊട്ടിച്ച് കാത്തിരിക്കും. അച്ഛൻ വണ്ടി തന്നില്ലടാ. എന്താണ് നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറ. മൂപ്പർക്കാണ് എങ്ങോട്ട് പോവാനുമില്ല. എന്നാ ഒന്ന് വണ്ടി തരാ. എൻ്റെ അച്ഛനായിട്ട് പറയല്ല, ആളൊരു വേസ്റ്റാ, ഒരു ഉപകാരമുള്ള ആളെ കൊണ്ട്. ഞങ്ങളാകെ ലോക്കായിരിക്കാടാ, അതുകൊണ്ട്. എന്നാ നിങ്ങൾ ഉഷാറാക്ക്, ഞാനില്ല. ചെല്ല് ഒന്ന് താക്കോൽ വെച്ച് തരാനില്ലല്ലേ? അയ്യോ, അച്ഛൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായോ? നമുക്കൊന്ന് കണിയാരെ കാണിച്ചു നോക്കിയാലോ? എന്തോ നമ്മുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ശരാനിപ്പോൾ വരും, അല്ലേ ഞാൻ വരാൻ കേട്ടോ. അച്ഛന് തള്ളാനുള്ളൂ, ചെറിയ വണ്ടിയല്ലേ. മോന്റെ വണ്ടി എടുത്ത് പോയിക്കോ. എന്തിനാ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത്? അത് ഞാൻ നാളെ ശരിയാ.
എൻ്റെ അച്ഛനായിട്ട് പറയല്ല, ആളൊരു വേസ്റ്റാ. ഒരു ഉപകാരമുള്ള ആളെ കൊണ്ട് Na